ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 19-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. 19-ാമത്തെ വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. ഇന്നലെ 18-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരോട് ഉള്ളതായ നിർദ്ദേശമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ആ വാക്യത്തിൻ്റെയും പിന്നെ പൊതുവിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ മറ്റ് വാക്യങ്ങളുടെയൊക്കെയും അടിസ്ഥാനത്തിലാണ് നാം ചിന്തിച്ചത്. ഇന്ന് ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് വായിക്കുവാനായിട്ട് പോകുന്നത്. ബൈബിളിൽ നാം കണ്ടാൽ ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും ബാലൻസ്ഡ് ആണ്, സന്തുലിതമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് വചനത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എന്നാൽ ഭാര്യമാരോട് പറയുന്നതിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. സ്നേഹിക്കണം എന്ന് വചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതെന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് സ്നേഹിക്കുക, അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ഒരു സ്വാഭാവികമായി അവരിൽ ഉളവാകുന്ന ഒരു പ്രവണതയാണ്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്റെ ആഗ്രഹം അവനോടായിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അപ്പോൾ ഭർത്താവിനോടുള്ള ഒരു സ്നേഹം, ആഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീകളിൽ സ്വതവേ ഉള്ളതാണ്. എന്നാൽ അതുള്ളപ്പോൾ തന്നെ കീഴ്പ്പെടുവാൻ അവർക്ക് മനസ്സില്ലാത്ത ഒരു സാഹചര്യവും ഉണ്ടാകാം. അതുകൊണ്ടാണ് കീഴ്പ്പെടുന്നതിനെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹം ഇല്ലാതിരിക്കാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അവരെ സ്നേഹിക്കണം എന്നുള്ളതായ പ്രത്യേക നിർദ്ദേശം അവർക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരോട് പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കണം എന്ന് മാത്രം പറയുമ്പോൾ, ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാരോട് പറയുമ്പോൾ അവിടെ അതിലധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തില് ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്ന് പറയുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവരെ പോറ്റി പുലർത്തണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ ലേഖനത്തിൽ അവർക്ക് ബഹുമാനം കൊടുപ്പിൻ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ പോറ്റി പുലർത്തുക, ബഹുമാനം കൊടുക്കുക, അതുപോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാർക്കാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 3 ഉത്തരവാദിത്വങ്ങളും യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കേണ്ടത്, ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നത് കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ കീഴ്പ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യത നമ്മൾ പൊതുവിലുള്ള അവസ്ഥ അതാണല്ലോ. ആരുടെയെങ്കിലും കീഴെയാണ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒരു സ്വാഭാവിക പ്രവണത. എന്നാൽ ക്രിസ്തീയ ഭവനത്തിൽ അങ്ങനെ ഭർത്താവ് ഭാര്യമാരുടെ മുകളിൽ എന്നുള്ളതായ ഒരു തത്വം അല്ല ഉള്ളത്. അവർ ദൈവസന്നിധിയിൽ അവർക്ക് കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അവര് തുല്യരാണ്, ഒരു പരിധി വരെ പറഞ്ഞാൽ തുല്യരാണെങ്കിലും കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഈ
കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് അത് അതിൽ തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഏതൊരു പ്രസ്ഥാനത്തിനും സമൂഹത്തിനും അത് ഏറ്റവും അതിന്റെ നിലനിൽപ്പിനും പോക്കിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭാര്യമാര് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ അവരെ ബഹുമാനിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത, ഒരു പ്രവണത ഒരുപക്ഷെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനാണ് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പോറ്റി പുലർത്തണം എന്നുള്ളതായിട്ടുള്ള കാര്യമാണ്. അതും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആ ഒരു കാര്യത്തെ സംബന്ധിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് പാപം ചെയ്തപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണം മുതലായിട്ടുള്ള കാര്യങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്, പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഭാര്യമാരെ പോറ്റി പുലർത്തുക എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വം അത് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഞാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ കീഴ്പ്പെടുക, കീഴടങ്ങിയിരിക്കുക, ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ളതായ അർത്ഥവ്യത്യാസത്തെ കുറിച്ച് അദ്ദേഹം സഹോദരനോട് സംസാരിക്കുകയുണ്ടായി. കീഴടങ്ങുക എന്ന് പറയുന്നതും കീഴ്പ്പെടുത്തുക കീഴ്പ്പെടുക എന്ന് പറയുന്നതും രണ്ടാണ്. സറണ്ടർ അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് ആരുടെയെങ്കിലും കീഴിൽ വിധേയപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമല്ല യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം. ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഭർത്താവിനെ സഹായിക്കുക, തുണയായിട്ടിരിക്കുക, ഭർത്താവ് ഏതെങ്കിലും കെണിയിൽ പോയി ചാടാതിരിക്കാനായിട്ട് വേണ്ടുന്നതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആലോചനകളൊക്കെ കൊടുക്കുവാൻ ഉള്ള ഉത്തരവാദിത്വവും അതിനുള്ള സ്വാതന്ത്ര്യവും ഭാര്യമാർക്കുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. അതുകൊണ്ട് ഒരടിമയെ പോലെയുള്ള ഒരു സ്ഥാനമല്ല ഒരിക്കലും ഒരു ഭവനത്തിൽ ഭാര്യമാർക്കുള്ളത്. അവർക്ക് ദൈവസന്നിധിയിൽ അവർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് തുല്യമാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ക്രമീകരണത്തിൽ, കുടുംബത്തിന്റെ മുമ്പോട്ടുള്ള നല്ല പോക്കിന് വേണ്ടി അവിടെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ പോറ്റി പുലർത്തുക എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമുക്കറിയാമല്ലോ, സൃഷ്ടിയിലും അതിനുശേഷവും ഏറെക്കാലവും ഭാര്യമാരുടെ ജീവിതം എന്ന് പറയുന്നത് അവര് ഭവനത്തോടും ഭവനത്തിൽ മക്കൾ, അതുപോലെ തന്നെ ആഹാരം പാചകം ചെയ്യുക, മക്കളെ വളർത്തുക. അവർക്കൊക്കെ ഒത്തിരി മക്കളുണ്ടായിരുന്നു, മക്കളെ വളർത്തുക. അതുപോലെ തന്നെ ഒരു ഭർത്താവിന് വേണ്ടുന്നതായിട്ടുള്ള അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള സഹായം ചെയ്യുക എന്നുള്ള നിലയിലാണ്. എന്നാൽ അതിൽ ജോലി ചെയ്യുക എന്നുള്ളതും വരുന്നുണ്ട്. നമുക്ക് സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൽ അങ്ങനെ ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിൽ അപാകതയൊന്നുമില്ല, മറിച്ച് അവര് കുടുംബത്തോട് കേന്ദ്രീകരിക്കപ്പെട്ട് ഒക്കെയാണ് അത് ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഭർത്താക്കന്മാർ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഭാര്യമാർ ജോലിക്ക് പോകുന്നതുമായിട്ടുള്ള നേരെ തലതിരിഞ്ഞതായ ഒരു സംവിധാനവും നമുക്ക് ഇന്ന് ലോകത്ത് കാണുവാനായിട്ട് കഴിയും. പിന്നെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നത് പോലെ ആളുകൾക്ക് മക്കൾ ഇന്ന് കുറവാണ്. 1, 2 അല്ലെങ്കിൽ ഒന്നുമില്ല, 1, 2, 3 അതിനപ്പുറം കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് പിന്നീട് മക്കളെ വളർത്തുക എന്നുള്ളതായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ കുറവായി പോയി. അതോടുകൂടി അവർക്ക് ധാരാളം ഫ്രീ ടൈം ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇന്ന് ജോലിക്ക് പോകുന്നത് അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും കുടുംബത്തിലുള്ള അവരുടെ വിലയും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നുള്ളതായ ധാരണകളും ഒക്കെ ഇന്ന് സമൂഹത്തിൽ വളരെ പ്രബലമാണ്. എന്നാൽ പ്രിയമുള്ളവരെ,
ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ തിമോഥെയോസിന് എഴുതിയ ലേഖനം വായിച്ചപ്പോൾ അവർ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അവരുടെ ആത്മരക്ഷയെ കുറിച്ചല്ല, അത് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ കുറിച്ചാണ്. മക്കളെ നോക്കി, ഒത്തിരി മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രസവിച്ച്, ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വലിയ അധ്വാനം അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ അവർക്ക് അങ്ങനെ നേരത്തേക്കും ഒക്കെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ജോലിക്കൊന്നും പോകാനായിട്ടോ ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യമൊന്നും രക്ഷ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇന്ന് മക്കളുടെ കുറവ് എന്ന് പറയുന്നത് അവർക്ക് ധാരാളം സമയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ശരി, അപ്പൊ ജോലിയെ സംബന്ധിച്ച് അത്രയുമാണ് പറയുന്നത്. ജോലി ചെയ്യുന്നതിൽ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. എന്നാൽ അവർ തമ്മിൽ വേർപിരിഞ്ഞിരിക്കരുത് എന്നുള്ളത് വചനത്തിലെ ഒരു വലിയ പ്രമാണമാണ്. ഭാര്യമാരെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ജോലിക്കായിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് വിടുകയും അവര് അങ്ങനെ വേർപിരിഞ്ഞിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പ്രമാണമേ അല്ല. ഉൽപ്പത്തി പുസ്തകത്തില് മുതൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ദൈവം അവരെ സൃഷ്ടിച്ചു, അവര് ഏകദേഹമായി തീരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാമിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അത് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം സ്ത്രീക്കും പുരുഷനും കൂടെ ഇട്ടിരിക്കുന്നത് ഒരൊറ്റ പേരാണ്. ദൈവം ആദാമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഓടിയെത്തും. അവര് ഒരു ദേഹം, അവര് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. ഹൗവ എന്ന സ്ത്രീക്ക് പേരിട്ടത് ആദാമാണ്, അതല്ലാതെ ദൈവം ഇട്ടതായിട്ടുള്ള ഒരു പേരല്ല. ദൈവത്തിന്റെ പരിപാടിയിൽ അവരെ രണ്ടായിട്ട് കാണുവാൻ യാതൊരു അനുവാദവുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതേ പ്രമാണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. അപ്പോൾ വേർപെട്ടിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ. ഇതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതം. ഇന്ന് ഭാര്യയും ഭർത്താവും അവരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു, വ്യത്യസ്ത നിലകളിൽ അവർ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വിശ്വാസികളെന്ന് പേർ പറയുന്നതായിട്ടുള്ള അനേകം ആളുകളുടെ ജീവിതത്തിലും ഇതേ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒരു ദൈവിക പരിപാടിയല്ല വേർപിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഞാൻ 2 വർഷം മുമ്പ് ഒരു വിവാഹത്തിന് വചന സന്ദേശം കൊടുക്കുവാനായിട്ട് പോയി. അന്ന് ഭർത്താവ്, വരൻ ഗൾഫിൽ ജോലിയും വധു ഇന്ത്യയിലുമായിരുന്നു. അന്ന് അവരോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ 2 പേരും ഗൾഫിലേക്ക് പോവുക, അതല്ലെങ്കിൽ 2 പേരും ഇന്ത്യയിൽ ജീവിക്കുക. അതല്ലാതെ വേർപിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടിയല്ല. എന്തായാലും ആ സഹോദരൻ പിന്നീട് ഗൾഫിലേക്ക് പോകാതെ ഇവിടെ തന്നെ തുടരുവാനായിട്ട് തീരുമാനിച്ചു. അവരതങ്ങനെ ജീവിച്ചു പോരുന്നു. പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് ധാർമ്മികമായി ലോകത്തിൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരൊക്കെ അധപ്പതിച്ചതിന്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് അവര് ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കണം. പലപ്പോഴും എങ്ങനെയാണ് ഈ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഒരു നല്ലൊരു ശതമാനം ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർ അവരാഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതിയുള്ളവരാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവെ വൈകാരികമായ
ആവശ്യങ്ങൾ ഏറെയുള്ള ആളുകളാണ്. അവരെ എത്ര സ്നേഹിച്ചാലും അവര് സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിച്ചത് പോരാ, എന്നെ വേണ്ടും പോലെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു പ്രവണത ഉണ്ട്. അതിൽ ഒരല്പം കാര്യവുമുണ്ട്, എന്നാൽ അതിനകത്ത് കാര്യക്കേടുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേവലം അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം, അതിന്റെ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ വീടോ അതുപോലെ താമസ സൗകര്യങ്ങളോ അങ്ങനെ മാത്രം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഒരു പുരുഷന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ദേഹമായി അവര് ജീവിക്കുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ ഒരു പ്രദർശനത്തിന് കാരണമായിരിക്കണം. അവര് വേർപിരിയരുത്, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് ഒരല്പസമയത്തേക്ക് അല്ലാതെ വേർപിരിഞ്ഞിരിക്കരുത് എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിൽ അന്യോന്യം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ളതായ ഒരു താല്പര്യം എന്ന് പറയുന്നത് അത് സ്വാർത്ഥപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ സഭയെ എങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചത്, എങ്ങനെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സഭയ്ക്ക് വേണ്ടി കർത്താവ് തന്നെ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ കർത്താവ് എങ്ങനെയാണോ സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരും സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തുകൊണ്ടാണ് സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നത്? കാരണം അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്നാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ ഇങ്ങോട്ട് ബൈബിളിൽ ഉടനീളം നാം കാണുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരു ദേഹം എന്നുള്ള നിലയിലാണ് ദൈവം കാണുന്നത്. അവരെ രണ്ടായിട്ട് ദൈവം കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ആരും തന്റെ ജഡത്തെ പകച്ചിട്ടില്ല. 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആരും തന്നെ ജഡത്തെ പകച്ചിട്ടില്ലല്ലോ, ആരും അവരുടെ ജഡത്തെ പകയ്ക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, അതായത് ജഡത്തിന്റെ സ്വന്തത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പൂർണ്ണനാകുന്നത് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഭാര്യ പൂർണ്ണയാകുന്നത് ഭർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് എന്നുള്ളത് കൊണ്ട് സ്വന്തം ജഡത്തെ പകയ്ക്കാതിരിക്കുന്നത് പോലെ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. അത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അതാണ് ദൈവവചനത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. അവർ ഒരു ദേഹമായി തീരും, ദേഹമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഇന്ന് സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ വരുമ്പോൾ അവരങ്ങനെ ആയിത്തീരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരൊരു ദേഹമാണ് എങ്കിൽ, അവർക്ക് ഒരു പേരാണ് എങ്കിൽ, വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം സായിപ്പന്മാര് അവരെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവര് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ പേര് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പേരാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് ഇരിക്കുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞ അനേക കുടുംബങ്ങളിലും ഞാൻ, എൻ്റേത്, എനിക്ക്, നീ, നിന്റേത്, നിനക്ക്, അങ്ങനെയുള്ളതായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. അത് സർവ്വസാധാരണമാണ്.
എന്നാൽ അങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും ഒരു കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ അങ്ങനെയുള്ള വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യമോ പ്രസക്തിയോ ഇല്ല. പ്രാധാന്യമില്ലെന്നുള്ളതല്ല, ആ ഒരു വാക്കിനുള്ള പ്രസക്തി അവിടെ ഇല്ല. കാരണം നമുക്ക് നമ്മൾ ഈ വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും അടുക്കൽ നിന്ന് ഉളവാകേണ്ടത്. പിന്നെ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം 26, 27 വാക്യങ്ങളിലാണ്, 5-ാം അധ്യായം. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവണ്ണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവ് തന്നെത്താൻ ഭാര്യയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തേജസ്സോടെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ. അതായത് ഒരു ഭവനത്തിലെ ആത്മീകമായ നേതൃത്വം എന്ന് പറയുന്നത് അത് ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മള് കൊരിന്ത്യർ ലേഖനത്തില് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഭവനത്തിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർ ഒരു കുടുംബത്തിലെ ആത്മീക നേതൃത്വമാണ്, അല്ലെങ്കിൽ പുരോഹിതൻ എന്നുള്ള ഒരു സ്ഥാനമാണുള്ളത്. ഭാര്യമാരെ ആത്മീയമായിട്ട് നടത്തുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ ശുദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രൂപാന്തരത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത് ഭർത്താക്കന്മാർക്കാണ്. അത് കർത്താവ് തന്റെ സഭയെ ചെയ്യുന്നത് പോലെ ഔവണ്ണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇത് സ്നേഹത്തിലൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിന് വിധേയപ്പെടുക, ഭർത്താക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് ഭാര്യമാരുടെ ഉത്തരവാദിത്വവുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആത്മീകമായിട്ടുള്ള പരിജ്ഞാനമോ അല്ല എങ്കിൽ ദൈവത്തോടുള്ളതായ മനോഭാവമോ അല്ലെങ്കിൽ ആത്മീകതയോ ഭർത്താക്കന്മാർക്ക് പലപ്പോഴും അത് ഇല്ലാതിരിക്കുകയും ഭവനങ്ങളിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാനായിട്ട് കഴിയാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്ക് അനേക സഭകളിലേക്ക് നോക്കിയാൽ ഭർത്താക്കന്മാർ ഉഴപ്പന്മാരും ദൈവഭയമില്ലാത്തവരും ആത്മീയരല്ലാത്തവരും സഭയോട് താല്പര്യമില്ലാത്തവരുമായിട്ട് നിലനിൽക്കുകയും ഒരു പരിധിവരെ സ്ത്രീകളാണ് ഈ മേഖലകളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഞങ്ങള് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള അവിടെയുള്ള സ്ഥലങ്ങളിലെ സഭകളിലൊക്കെ സഹോദരന്മാർ വളരെ കുറവും സഹോദരിമാർ ധാരാളവുമാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി സഹോദരന്മാര് കുറവാണെന്നുള്ളത് മാത്രമല്ല, സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ അവരിൽ ബഹുഭൂരിപക്ഷം പേരും, വരുന്നവരിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും അവര് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുമല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതിന് അനുപാതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താക്കന്മാർ ദൈവത്തിന്റെ വചനം പഠിക്കുകയും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുകയും ഭാര്യമാരെ ആ ഒരു വഴിയിലൂടെ നടത്താനും ദൈവവചനം ആ ഒരു നേതൃത്വ പരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യുവാൻ ഈ ഭർത്താക്കന്മാർക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലല്ല ഇന്ന് അനേക കുടുംബങ്ങളും പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഒരു ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഭാര്യമാരെ മാത്രമല്ല, മക്കളെയും അവർക്ക് ശരിയായിട്ടുള്ള വചനത്തിന്റെ വഴിയിൽ നടത്തേണ്ടതിന് വേണ്ടി ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം അവർ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത് തർക്കത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെ ഭർത്താക്കന്മാർ അവര് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പരാജയപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഭാര്യമാർ കയറി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ സ്ഥാനം അവർ അലങ്കരിക്കുന്നത്
അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫലമാണ്. ഭർത്താക്കന്മാർ പരാജയപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് ഈ പോറ്റി പുലർത്തുക എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവര് മദ്യപാനികളും കുടുംബത്തെ നോക്കാത്തവരും മക്കളെ നോക്കാത്തവരും ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭാര്യമാര് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങളില്ലാത്തതായിട്ടുള്ള, പരിജ്ഞാനമില്ലാത്തതായിട്ടുള്ള ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കുമ്പോൾ ആ ഒരു പങ്കും അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വവും സ്ത്രീകൾ, ഭാര്യമാർ, അമ്മമാർ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദൈവികമായിട്ടുള്ള പരിപാടിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭർത്താക്കന്മാർ പരാജയപ്പെടുന്നിടത്ത് ഭാര്യമാർ മാറി നിൽക്കുകയല്ല, മറിച്ച് ഭർത്താക്കന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഭാര്യമാർ അവരെ സഹായിച്ചുകൊണ്ട് അത് ചെയ്യുന്നതാണ് ഒരു ക്രിസ്തീയ ഭവനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. അതല്ലാതെ ഭർത്താവിന് എന്തെങ്കിലും പ്രാപ്തി കുറവുണ്ട് അല്ലെങ്കിൽ ബലഹീനതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ കയറി നിൽക്കുക എന്നുള്ളതല്ല. എന്നാൽ ഒരു മദ്യപാനിയോ അങ്ങനെയൊക്കെ ആയി കുടുംബത്തെ ഒട്ടും നോക്കാത്ത ഒരാളാണ്, ആർക്കും വിധേയപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ അവരുടെ പ്രസക്തി, ഒരു അപ്പനെന്നോ ഒരു ഭർത്താവ് എന്നുള്ള അവരുടെ പ്രസക്തി അവർക്ക് നഷ്ടപ്പെടുത്തുകയും ഭാര്യ അത്തരം സമയങ്ങളിൽ ആ ഒരു പങ്ക് നിർവഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഭർത്താവായിരിക്കുക, അപ്പനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ആത്മീകമായിട്ടുള്ള ശുശ്രൂഷയാണ്. കുടുംബത്തിന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക, അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുക. നമുക്കറിയാമല്ലോ, വൃദ്ധന്മാരെ കുറിച്ചും വൃദ്ധമാരെ കുറിച്ചും പറയുമ്പോൾ അവരെ യൗവനക്കാരെയും എങ്ങനെയാണ് ഒരു സഭയിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് ഈ നിലയിൽ മുമ്പോട്ട് പോകേണ്ടുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ മാത്രമേ ദൈവേഷ്ടം ഒരു കുടുംബത്തിലൂടെ നടക്കുകയുള്ളൂ. വിശ്വാസികൾ എന്ന് പേർ പറയുകയും എന്നാൽ കുടുംബത്തിൽ ഭർത്താവിന് വിധേയപ്പെടാത്ത ഭാര്യയെ സ്നേഹിക്കുകയും പോറ്റിപ്പുലർത്താതിരിക്കുകയും ബഹുമാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഭർത്താവും, അത് അങ്ങനെയുള്ള ഒരു കുടുംബം യഥാർത്ഥത്തിൽ അത് ഒരു രക്ഷിക്കപ്പെട്ട ആളുകളാണ് അവിടെ എന്നുള്ളത് നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ പലപ്പോഴും ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് ആളുകൾ അവകാശപ്പെടുകയും എന്നാൽ ആ രക്ഷയുടെ വഴിയിൽ അവര് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തീരുമാനിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വയ നീതീകരണത്തിലേക്കോ അല്ലെങ്കിൽ സ്വയ സംതൃപ്തിയിലേക്കോ അവർ നീങ്ങിയിട്ട് പിന്നെ അവരവരുടേതായ ഒരു ജീവിതമാണ് ഇന്ന് ജീവിക്കുന്നത്. പൊതുവിൽ ലോകത്തെ ക്രിസ്തീയ കോളത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ചില ചട്ടവട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കോ അവർ വിധേയപ്പെടുന്നു എന്നുള്ളതിൽ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതേറെ സ്നാനത്തോടു കൂടി അത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ തീരുമാനത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് അത് എന്നുള്ള യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു കുടുംബം, ഒരു ക്രിസ്തീയ കുടുംബം, ഭാര്യയും ഭർത്താവും, അവര് രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമായിട്ട് അത് മാറുന്നു. എന്നാൽ അങ്ങനെ ഇല്ലാതിരിക്കുന്നിടത്ത് അത് ഒരു വലിയ പ്രശ്നമായിട്ടും, ഒരുപക്ഷെ ഇന്ന് വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കെണിയാണ് എന്നും ഒക്കെ ആളുകൾ പറയാറുണ്ട്. വിവാഹിതരായിരിക്കുന്ന ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന പുലി വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ എലിയാകുമെന്നും അങ്ങനെയൊക്കെയുള്ള യഥാർത്ഥത്തിൽ ഒരു കാഴ്ചപ്പാടും നർമ്മങ്ങളും ഒക്കെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും.
എന്നാൽ ഒരു സ്ത്രീയും പുരുഷനും അവര് വിവാഹിതരാകുമ്പോൾ അവർ പരാജിതരാകുകയല്ല ചെയ്യുന്നത്, അവര് കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള തുണകളെ പരസ്പരം ലഭിക്കുന്നത് കൊണ്ട് അത് കൂടുതൽ അവര് സമ്പന്നരാകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്നും അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യനിൽ വന്നതായിരിക്കുന്ന അധപതനത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ന് ഭർത്താവിനോട് ആഗ്രഹമില്ലാത്ത, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും എന്ന് പറഞ്ഞത് ഇന്ന് ഭർത്താവേ വേണ്ട എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇന്ന് വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയെയും പുരുഷന് പുരുഷനെയും വിവാഹം കഴിക്കാം എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇനി വിവാഹം കഴിച്ചാൽ തന്നെ മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ. പ്രിയമുള്ളവരെ, ഒരു വലിയ ധാർമ്മിക അധപ്പതനത്തിന്റെ ചുവട്ടിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. ഒരു വലിയ ന്യായവിധിയുടെ, അതല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് ഒരുക്കപ്പെട്ട വിശ്വാസത്യാഗികളായ ഒരു പറ്റം ആളുകളുടെ അവസ്ഥയിലാണ് ഇന്ന് ലോകം മുമ്പോട്ട് പോകുന്നത്. ഇന്ന് ഒരിക്കൽ മാനമായി കരുതിയിരുന്നതെല്ലാം ഇന്ന് അപമാനമാണ്. ഒരിക്കൽ അപമാനമായി കരുതിയിരുന്നതെല്ലാം ഇന്ന് ആളുകൾ പരസ്യമായിട്ട് വളരെ മാനത്തോടു കൂടി പറയുന്ന ഒരു കാലഘട്ടമായിട്ട് തീർന്നിരിക്കുന്നു. പലപ്പോഴും ഇന്ന് പല കുടുംബങ്ങളിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിവാഹമൊന്നും വേണ്ട എന്നവർ തീരുമാനിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ വളർന്നു വന്നതായ കുടുംബത്തിൽ അവരുടെ അപ്പനും അമ്മയും തമ്മിലുള്ളതായ ആ ഒരു ബന്ധത്തിൽ ഉള്ളതായ അകൽച്ചയും അതുപോലെ തന്നെ അതിന്റെ വിള്ളലുകളും കണ്ട് മനസ്സുമെടുത്താണ് ഇന്ന് അനേകരും വിവാഹമേ വേണ്ട എന്ന് വെച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതം, നല്ല കുടുംബജീവിതം കണ്ട് പഠിച്ച് അവർക്കൊരു വിവാഹം, എനിക്കും വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ ഉളവാകേണ്ടത് ആവശ്യമാണ്. എനിക്കൊരു ഭാര്യയെ വേണം, എനിക്കൊരു ഭർത്താവിനെ വേണം എന്ന് അവർ തന്നെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ അപ്പന്റെയും അമ്മയുടെയും ജീവിത മാതൃക അവരെ കൊണ്ടെത്തിക്കണം. അതില്ല എന്നുള്ളത് ഇന്നൊരു വലിയ പ്രശ്നമാണ്. ഭർത്താവ് ഒരു ബാധ്യത, ഭാര്യ ഒരു ബാധ്യത എന്നുള്ള നിലയിൽ വിവാഹം ഇല്ലാതെ തന്നെ പരസ്പര സമ്മതത്തോടെ വെറുതെ ഒരുമിച്ച് കുറച്ചു കാലം ജീവിക്കുക, മടുത്തു കഴിയുമ്പോൾ വേറൊരാളുടെ കൂട്ടത്തിൽ ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ അവജ്ഞ നിറഞ്ഞതായിട്ടുള്ള വിവാഹ സങ്കല്പങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ലോകത്തിന് വെളിച്ചമായി തീരേണ്ടത് ക്രിസ്തീയ കുടുംബങ്ങളാണ്. നമ്മളാണ് മറ്റുള്ളവർക്ക് മാതൃകയായി വേറിട്ട് നിൽക്കേണ്ടത്. പക്ഷെ അതിനും പലപ്പോഴും കാണുന്നില്ല. വിവാഹമോചനം നേടുന്നതായിട്ടുള്ള പാസ്റ്റർമാരും, രണ്ടാം വിവാഹമോചിതരെ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള പാസ്റ്റർമാരും എന്ന് തുടങ്ങി ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ യാതൊരു വക പ്രമാണങ്ങളും ഇല്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥയേക്കാൾ മെച്ചമായ ഒരു വ്യവസ്ഥ മനുഷ്യനൊരിക്കലും ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവികമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ആ വഴിയെ നാം മുമ്പോട്ട് പോവുകയും ചെയ്താൽ നാമും നമ്മുടെ തലമുറകളും നമ്മുടെ സഭയും അനുഗ്രഹിക്കപ്പെടുകയും നമുക്ക് വെളിച്ചമായി തീരുകയും ചെയ്യാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.